പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്നമ്മെ അറിയിക്കട്ടെ. ഒരു ഞായറാഴ്ചത്തെ വായനയ്ക്കുള്ള ക്രമീകരണങ്ങൾ കൂടി അല്ലെങ്കിൽ വായന ധ്യാനിക്കുവാൻ ദൈവം നമ്മൾക്ക് സൗഭാഗ്യം നൽകി. ഈ ഞായറാഴ്ച പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് കൊത്തിനെ ഞായറാഴ്ച അല്ലെങ്കിൽ പേതൃത്വ ഞായറാഴ്ച, നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. പ്രിയമുള്ളവരെ, കൊത്തിനെ ഞായറാഴ്ചയുടെ വായനകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സന്ധ്യാവായനയുടെ എവൻഗേലിയോൻ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിന്റെ എവൻഗേലിയോൻ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങളാണ്. കുർബാനയുടെ അന്നത്തെ പഴയ നിയമ വായനകൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12 മുതൽ 21 വരെ വാക്യങ്ങളാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങളാണ്. ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 19 മുതൽ 26 വരെ തിരുവചനങ്ങളാണ്. എഫേസ്യർ 4-ാം അധ്യായം 17 മുതൽ 32 വരെ വചനങ്ങളാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള വായന സന്ധ്യയുടെ വായന തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കൊത്തിനെ ഞായറാഴ്ചയുടെ വേദവായനകൾ ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ ഇവിടെ കൂടുന്നു. കർത്താവേ, നല്ല ഒരു ആരാധനയിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ സഭയിൽ നോമ്പ് ആരംഭിക്കുന്ന ആ പേതൃത്വ ഞായറാഴ്ചയുടെ അന്ന് തന്നെ കർത്താവെ, ഞങ്ങൾ നല്ലൊരു ധ്യാനത്തിലേക്കും നോമ്പിലേക്കും ഉപവാസത്തിലേക്കും പ്രവേശിക്കാൻ തക്കവണ്ണം ഈ തിരുവചനങ്ങൾ കൊണ്ട് ധന്യമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകം 77-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സന്ധ്യാവായന അതാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ യഥാർത്ഥ മുന്തിരി വീഞ്ഞാക്കി മാറ്റുന്നതാണ് കാനാവിലെ കല്യാണത്തിന്റെ വായന അല്ലെങ്കിൽ സന്ധ്യാവായന. അതുതന്നെ വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൺ അതുതന്നെ ആയതുകൊണ്ട് നമുക്കത് പുറകിലേക്ക് ചിന്തിക്കാം. പ്രഭാതത്തിന്റെ വായന ഇപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങളാണ്. ധനവാനായ ഒരു മനുഷ്യന്റെ കാര്യസ്ഥൻ ക്രമക്കേട് കാണിക്കുന്ന ഭാഗമാണത്. തനിക്ക് തന്നെ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ പണസംബന്ധമായ അല്ലെങ്കിൽ ധനസംബന്ധമായ ക്രമക്കേടുകൾ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ അറിഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ഈ കാര്യമറിഞ്ഞ മനുഷ്യൻ തനിക്ക് ജോലി ചെയ്യാനുള്ള കഴിവില്ല, ഇറന്നു ജീവിക്കുവാനുള്ള നാണക്കേട് കൊണ്ട് തൻ്റെ കാര്യസ്ഥ സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്കുകളെല്ലാം വെട്ടിച്ച് തൻ്റെ ഭാവി ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപായം ചിന്തിക്കുന്ന ഭാഗമാണ് കർത്താവ് ഒരു ഉപമയായിട്ട് പറയുന്നത്. ഒന്നാമത്തെ ചിന്ത എങ്ങനെ വെക്കാം: നാളെ എങ്ങനെ ജീവിക്കുമെന്ന് കരുതി ഇന്ന് തിന്മയിലൂടെയുള്ള ധനസമ്പാദ്യം പാടില്ല എന്ന് കർത്താവ് പറയുന്നു. നാളെ ജീവിക്കാനുള്ള വകയൊക്കെ കർത്താവ് തരും. ഇന്നത്തെ സത്യവും നീതിയുമാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന്, അല്ലാതെ നമ്മുടെ ആ സമ്പാദ്യങ്ങൾ, തിന്മയിലൂടെ നേടുന്ന
സമ്പാദ്യങ്ങളൊന്നും നാളെ നമ്മളെ രക്ഷിക്കുകയില്ല എന്ന ഒരു ഓർമ്മ നമുക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും തിന്മയിലൂടെ ധനസമ്പാദ്യത്തിൽ പോകരുത്. നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഉത്കണ്ഠ വേണ്ട. നാളത്തെ കാര്യം നമ്മുടെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് ദൈവവചനം പറയുന്നു. ഇവിടെ നമ്മൾ പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12 മുതൽ 21 വരെ വാക്യങ്ങളാണ്. ജലപ്രളയത്തിന് ശേഷം ദൈവവും മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇനി സകല ജഡത്തെയും നശിപ്പിക്കുന്ന ഒരു പ്രളയം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇനി മേഘം കാണുമ്പോൾ, ആകാശത്ത് മേഘം കാണുമ്പോൾ ഒപ്പം തന്നെ മഴവില്ലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് നോഹയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നോഹയുടെ കുടുംബം ഭൂമി മുഴുവനും നിറഞ്ഞതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവം മനുഷ്യനോട് മനുഷ്യൻ മൂലം ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് ഉടമ്പടി ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ ദോഷം കൊണ്ട് ഭൂമിയെ ശിക്ഷിക്കില്ലേ, പുണ്യവാന്മാരെ ഓർത്ത് ശിക്ഷകൾ നീക്കണമേ എന്ന്. ആ ഉടമ്പടികളൊക്കെ നമുക്ക് ഓർക്കാം. വീണ്ടും യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ. നോമ്പിന് ചേർന്ന ഒരു വായനയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ. ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. ദൈവം കരുണ കാണിക്കുന്നവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, കൃപ തോന്നുന്നവനാണ്. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ഉപവാസം നിശ്ചയിപ്പിൻ, സഭായോഗം വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ വിളിച്ചുകൂട്ടുവിൻ. ദൈവത്തിൻ്റെ മഹാകരുണ എല്ലാവരും അറിയട്ടെ, എല്ലാവരും തിന്മയിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ എന്ന് യോവേൽ പ്രവാചകനിലൂടെ പറയുകയാണ്. പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തിങ്കളാഴ്ച ദിവസം നിരപ്പിൻ്റെ ശുശ്രൂഷ, സുബക്കോന ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നയിക്കും. വീണ്ടും 3-ാമത്തെ വായനയായിട്ട് പഴയ നിയമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങളാണ്. അവിടെ ഉപവാസം എങ്ങനെയാണ് നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഉപവാസം എടുക്കേണ്ട അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? യോവേൽ പ്രവാചകനിലൂടെ പറഞ്ഞു, ഉപവാസം നിശ്ചയിക്കുക, ജനത്തെ വിളിച്ചുകൂട്ടുക, സഭായോഗം വിളിച്ചുകൂട്ടുക എന്നൊക്കെ പറഞ്ഞു. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്നാണ്. വിശക്കുന്നവന് അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക. ഉപവാസത്തിന്റെ ഒരു ഘടകം അതാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കണം, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ സ്വീകരിക്കണം. പലപ്പോഴും നമുക്കിതൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ വീടിന്റെ മുറ്റത്തൂടെയൊക്കെ അലഞ്ഞു നടക്കുന്നവരോട് ഒന്ന് നമ്മുടെ ഭവനത്തിനകത്ത് കയറി അല്പം ഭക്ഷണം കഴിച്ചാലും എന്ന് പറയാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭയം കൂടുതലുള്ളത് കൊണ്ട് അതൊന്നും സാധിക്കില്ല. നമ്മുടെ പൂർവികരായിട്ടും ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. യാക്കോസിലെ പറയുന്ന പോലെ നമ്മുടെ തിണ്ണയിലിരുത്തിയോ നമ്മുടെ മുറ്റത്തിരുത്തിയൊക്കെ നമ്മൾ സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് അലഞ്ഞിറങ്ങുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാർപ്പിടമുണ്ടാകണമെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനം വായിച്ചപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് അലഞ്ഞു നടന്ന ഒരു വല്യപ്പച്ചനെ, ഭിക്ഷാടക്കാരനായ ഒരു വല്യപ്പച്ചനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഈ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കാൻ അവിടെ നിന്നാണ് കാരണമായത്. വിശക്കുന്നവന് അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കണം, പാർപ്പിടമില്ലാത്തവന് ഭവനമില്ലാത്തവന് ഭവനം കൊടുക്കണം എന്ന് പറയുകയാണ്. മറ്റൊരു ഘടകം പറയുന്നത് അന്യായ ബന്ധനങ്ങളെ പൊട്ടിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തറക്കുക,
മർദ്ദനവും കുറ്റാരോപണവും വഷളത്വം സംസാരിക്കുന്നതിൽ നിന്ന് നീക്കിക്കളയുക. ഇതാണ് ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ഘടകം. എന്താ പറയുന്ന അന്യായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈശാചികമായ ബന്ധനങ്ങളുണ്ട്. നമ്മൾ ഈ ജീവിക്കുന്ന ചുറ്റുപാടിൽ മന്ത്രവാദം, കൂടോത്രം, അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ നമ്മൾ അധീനപ്പെട്ടുണ്ടാകാം. അതിനൊക്കെ അടിമത്തത്തിലാണ്. അതിൻ്റെ വലിയ ബന്ധനങ്ങൾ നമ്മൾ അതിനകത്തായിട്ടുണ്ടാകും. ഒരിക്കലും പൊട്ടിച്ച് എറിഞ്ഞു പോരാൻ പറ്റാത്ത വണ്ണമുള്ള ബന്ധനത്തിൽ നമ്മൾ ആയിട്ടുണ്ടാകാം. അതൊക്കെ പൊട്ടിച്ചു കളയുവാൻ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഈ നോമ്പും ഉപവാസത്തൊക്കെ ഈ നോമ്പുകാലം നമുക്കതിന് സാധിക്കട്ടെ. അന്യായ ബന്ധനങ്ങൾ അഴിച്ചു കളയുവാൻ പൊട്ടിക്കുക എന്ന് പറയുന്നത്. നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിക്കുക. നുകത്തിൻ്റെ കയറുകൾ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മളെ വെച്ച് പൂട്ടിയിരിക്കുന്ന സാത്താൻ പൂട്ടിയിരിക്കുന്ന നുകം, അത് നാം സാത്താൻ്റെ അടിമത്തത്തിലാണ്. അത് നമ്മൾ തിരിച്ചറിയുക. യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി മാമോദിസായിലൂടെ നമ്മൾ ക്രിസ്തീയ സഭയിൽ അംഗങ്ങളായി, സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി. പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ കർമ്മപാപങ്ങൾ വഴി സാത്താൻ നമ്മളെ ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി ആ സാത്താൻ്റെ നുകത്തിൻ്റെ കയറുകളെല്ലാം അഴിക്കുവാൻ ഈ നോമ്പും പ്രാർത്ഥനയും നമുക്ക് സഹായിക്കണം. മറ്റൊന്ന്, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക. നമ്മുടെ പൂർവികരോ നമ്മളൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വതന്ത്രമായി വിട്ടയക്കണമെന്ന് പറയുകയാണ്. എല്ലാവിധ നുകത്തെയും തകർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും എല്ലാവിധ അഹങ്കാരങ്ങളും നമ്മളെ തകർത്ത് കളയണമെന്നുള്ളതാണ്. മർദ്ദനവും കുറ്റാരോപണവും വഷളത്വം സംസാരിക്കുന്നതും നിന്നിൽ നീക്കിക്കളയാം. ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു പ്രാർത്ഥനയും ഉപവാസവും പോരാ, പാപം ഉപേക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും ആയിരിക്കണമെന്ന് പറയുന്നു. മൂന്നാമത്തെ ഘടകം ശബത്തിനെ പരിശുദ്ധമായി കരുതുക എന്നുള്ളതാണ്. ഞായറാഴ്ച ദിവസമാണല്ലോ, അല്ലെങ്കിൽ മാറാനായ ദിവസങ്ങളാണ് ശബത്ത്, അല്ലെങ്കിൽ ദൈവത്തിന് കളപ്പെട്ട ദിവസം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായി പ്രിയമുള്ളവരെ ആ ശബത്തിനെ സന്തോഷദായകമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ ശാബത്തും ഞായറാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന അനുഭവിച്ച് വിശ്വാസത്തോട് ജീവിക്കുമ്പോൾ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ഭംഗിയായി ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുമെന്നുള്ളത്, നമ്മുടെ ഇടയിലും അത്ഭുതം നടക്കുമെന്നുള്ളത് ഈ പഴയ നിയമ വായനകളിലൂടെ കർത്താവ് നമ്മൾ സംസാരിക്കുകയാണ്. ഇത് നമ്മൾ ലേഖനങ്ങളിലേക്കാണ് കടക്കുന്നതും. അപ്പോസ്തല പ്രവൃത്തി 11:19 മുതൽ 26 വരെ വാക്യങ്ങളാണ് പൊതുവിനെഴുതിയ ലേഖനം. സ്തേഫാനോസ് സഹോദരയുടെ വധത്തിനു ശേഷം ക്രിസ്ത്യാനികളെല്ലാം ആ കാലത്ത് ചിതറിപ്പോയി. അവർ പല സ്ഥലങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കേണ്ട ഇട വന്നു. അപ്പോൾ അവർ യഹൂദരോട് മാത്രമാണ് അവിടെ സംസാരിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് വഴി അവർ യവനന്മാരോടും പ്രസംഗിച്ചു. അങ്ങനെ യവനന്മാരോട് സുവിശേഷം പ്രസംഗിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജെറുസലേമിലെ സഭാ നേതൃത്വം അറിഞ്ഞു. അപ്പോൾ അവർ ബർന്നാബാസിനെ ഈ സ്ഥലത്തേക്ക് അയക്കുകയാണ്. സഭയുടെ ശുശ്രൂഷകളെല്ലാം ഏകോപിപ്പിച്ച് നേതൃത്വത്തിന് കീഴിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂട്ടായ്മകളായിട്ടല്ല ചെയ്യുന്നത്, നേതൃത്വവും കൂടി അറിഞ്ഞ് നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം. ഒരിക്കലും സഭാ നേതൃത്വത്തെ എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അവിടെ സഭാ നേതൃത്വം, ജെറുസലേമിലെ സഭാ നേതൃത്വം ബർന്നാബാസിനെ ഇവരുടെ സുവിശേഷ പ്രഘോഷണ സ്ഥലത്തേക്ക് അയക്കുകയും ബർന്നാബാസ് അവിടെ ചെന്ന് അവരിലുള്ള നന്മകൾ കണ്ട്, അവരുടെ വിശ്വാസം കണ്ട്, അവരിൽ ദൈവം ചൊരിഞ്ഞ കൃപ കണ്ട് ബർന്നാബാസ് വളരെയധികം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. എന്നാലും വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളും പരിശോധിക്കണം, ബർന്നാബാസിനെ കുറിച്ചുള്ള സാക്ഷ്യം ഇന്ന് നമ്മളെക്കുറിച്ചുണ്ടോ? അല്ലെങ്കിൽ ആ ദൈവവചനം കേട്ട ആ കൊർണേലിയക്കാരും കൊപ്പറോസുകാരും അവരൊക്കെ അനുഭവിച്ച ആത്മീയ സന്തോഷം നമ്മളും അനുഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഒന്ന്, ബർന്നാബാസ് മറ്റുള്ളവരിൽ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ട്, ദൈവത്തിൻ്റെ കൃപ കണ്ട് സന്തോഷിക്കുവാൻ
നമുക്ക് കഴിയണമെന്നുള്ളത് ബർന്നാബാസിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബർന്നാബാസ് അവരോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ചേർന്നിരിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സന്തോഷം ഒരുപക്ഷെ ഇല്ലാതെയാകും. എന്നാൽ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ സന്തോഷം പൂർണ്ണമായി എന്നും നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് എപ്പോഴും ചേർന്നിരിക്കണമെന്ന് വിശ്വാസം സ്വീകരിച്ച വിശ്വാസികളെ ബർന്നാബാസ് ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടും വിശ്വാസം കൊണ്ടും നിറഞ്ഞവനായിരുന്നു ബർന്നാബാസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടും ബർന്നാബാസ് നിറഞ്ഞിരുന്നു, വിശ്വാസം കൊണ്ടും നിറഞ്ഞവനായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കും ബർന്നാബാസിനെ പോലെ പരിശുദ്ധാത്മാവ് കൊണ്ടും വിശ്വാസം കൊണ്ടും ഈ നോമ്പ് കാലം നിറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അനുഭവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന നാമകരണം ഉണ്ടാകുന്നതും സഭ രൂപപ്പെടുന്നതും. അന്ത്യോക്യയിൽ വെച്ചാണ്. അതിന്റെ 26-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയാണ്, അക്കാലം മുതൽ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അതുകൊണ്ട് അന്ത്യോക്യ പാരമ്പര്യം അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു കുറഞ്ഞ കാര്യമല്ല. ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന നാമകരണമുണ്ടായ ഒരു സഭയാണ്. ആ സഭയുടെ പാരമ്പര്യത്തിൽ ഇന്നും നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ്. നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. വീണ്ടും രണ്ടാമത്തെ ലേഖനം വായിക്കുന്ന എഫേസ്യ ലേഖനമാണ്. 4-ാം അധ്യായം 17 മുതൽ 32 വരെ വാക്യങ്ങളാണ്. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അത്യാഗ്രഹമാകുന്ന തിന്മകളിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് പറയുകയാണ്. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ധനമോഹം, മറ്റ് ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യങ്ങൾ, അതിൽ നിന്നെല്ലാം അകന്നിരിക്കണം. നമുക്ക് ഉണ്ണാനും ഉടുക്കാനും പാർക്കാനും ഒക്കെ മതി എന്നുള്ള ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വേണം. മറ്റുള്ളവരുടെയും കൂടി കവർന്നെടുക്കണമെന്നുള്ള വിചാരം വരാൻ പാടില്ല. സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ മനുഷ്യൻ അങ്ങനെയായിരുന്നു സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവൻ പ്രലോഭനത്തിൽ അകപ്പെട്ട് പാപം ചെയ്തു പോയപ്പോൾ അവൻ അനീതിയുള്ളവനായി തീർന്നു. എന്നാൽ യേശുക്രിസ്തു വഴി പിതാവാം ദൈവം വീണ്ടും നമ്മളെ പുനർസൃഷ്ടിച്ചു ദൈവവചനം കൊണ്ട്. പത്രോസ്ലീഹ പറയുന്നത് 1:23 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പുനർസൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. മാമോദീസായിലൂടെ നമ്മൾ പുനർസൃഷ്ടിക്കപ്പെട്ടു. വീണ്ടും നമ്മൾ ദൈവവചനം കേട്ട് മാനസാന്തര അനുഭവം ഉണ്ടായി പുനർസൃഷ്ടിക്കപ്പെട്ടു. ആ പുനർസൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, പുതിയ മനുഷ്യൻ എന്താണ്? സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും അനുരൂപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് സത്യം തന്നെ സംസാരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. വീണ്ടും അതിന്റെ 26-ാമത്തെ വാക്യം പറയുന്നതാണ്, കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നു. കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ, ഒരാളോട് നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ധാർമ്മിക രോഷം ഉണ്ടായാൽ തന്നെ അത് പറഞ്ഞവസാനിപ്പിക്കണം. സന്ധ്യയിലേക്ക് അത് പോകരുത്, പിറ്റേ ദിവസത്തേക്ക് ഒട്ടുമാകരുത് എന്ന് പറയുന്നു. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ കായൻ കോപിച്ചിരിക്കുന്നത് കണ്ട് ദൈവം കായനോട് ചോദിക്കുന്നു, എന്താണ് നീ കോപിച്ചിരിക്കുന്നത്? നന്മ ചെയ്യുമായിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ എന്ന് പറയുന്നു. പക്ഷെ കായൻ കൂട്ടാക്കുന്നില്ല. കായൻ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. കായൻ തിന്മ ചെയ്തു, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, കോപിച്ചാലും പാപം ചെയ്യരുത്. നമുക്ക് കോപം എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കിയിട്ട് ധാർമ്മിക രോക്ഷം എന്ന് പറയും. യേശുക്രിസ്തു ഒക്കെ തന്റെ ജീവിതത്തിൽ അതാണ് ഉപയോഗിച്ചത്. ആ വാക്കാണ് ധാർമ്മിക രോക്ഷം. അധർമ്മം കാണുമ്പോൾ ഉണ്ടാകുന്ന രോക്ഷം അത് ആരോടും വൈരാഗ്യത്തിലോ കൊലപാതകത്തിലോ വ്യക്തിവിരോധത്തിലോ അസൂയയിലോ ഒന്നും ചെന്ന് ചേരുന്നതല്ല. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രം
ധാർമ്മിക രോഷം പുലർത്തുന്നതിനെ കോപം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും കോപം സൂര്യാസ്തമിക്കുന്നവരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് പറയുന്നു. വീണ്ടും അവിടെ പറയുന്നു, മോഷ്ടാവിനുമേൽ മോഷ്ടിക്കരുത്, അവൻ മറ്റുള്ളവർക്കും കൂടി നന്മ ചെയ്യേണ്ടതിന് അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്നു. വായിൽ നിന്ന് ദോഷവാക്കുകളൊന്നും വരരുത് എന്ന് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. അന്ത്യകാലത്തേക്ക് നിത്യജീവനിലേക്ക് നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവാണെന്ന് പൗലോസ് പറയുന്നു. മാത്രമല്ല അന്യോന്യം ക്ഷമിക്കണമെന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മളോട് ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ പൊതുവിൽ വായിച്ചാൽ നമ്മൾ എല്ലായിടത്തും ദൈവകൃപ കൊണ്ട് ദൈവ സ്നേഹത്തിൽ പൂർണ്ണരാകണം. അതുപോലെ തന്നെ മനുഷ്യനോടുള്ള ബന്ധത്തിലും നമ്മൾ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത പ്രകടമാക്കണമെന്ന് പറയുന്നു. വീണ്ടും എവൻഗേലിയോനിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ അനന്തരം 3-ാം ദിവസം ഗലീലായിലെ കൊത്തിന പട്ടണത്തിൽ ഒരു കല്യാണ വിരുന്നുണ്ടായി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അനന്തരം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം അതിന്റെ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും കണ്ട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ യേശുവിന്റെ ദൈവപുത്രൻ എന്ന നിലയ്ക്കുള്ള ഒരു അത്ഭുതമാണ് അവിടെ നമ്മൾ കാണുന്നത്. യേശുവിൻ ശിഷ്യന്മാരും ആ കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവിടെ പ്രത്യേകമായി പറയുന്നത്. മാതാവ് കന്യകമറിയാം അവിടെ അധികാരമുള്ള ഒരാളായി പെരുമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാം കൊണ്ടും മറിയത്തിന് സ്വാധീനമുള്ള, അല്ലെങ്കിൽ മറിയത്തിന് അവിടെ കാര്യങ്ങൾ നോക്കി നടത്താൻ അധികാരമുള്ള ഒരു കുടുംബമാണെന്ന് നമുക്കിതിലൂടെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. മാതാവിടെ നേരത്തെ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും മാതാവിന്റെ സ്വന്തപ്പെട്ട ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ മറിയത്തെ നന്നായി അറിയുന്ന നല്ല ബന്ധമുള്ള ഒരു വീടായിരിക്കാം. മറിയം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാതാവിന്റെ പെരുമാറ്റ രീതി, മാതാവ് യേശുവിനോട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശു പറയുന്നു, സ്ത്രീയെ എനിക്ക് നിനക്കും എന്താണ്, എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് അത്ഭുതം, ദൈവപുത്രൻ എന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തനത്തിന്റെ സമയം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മറിയത്തിന്റെ വിശ്വാസം വളരെ വലുതാണ്. മറിയം പരിചാരകരോട് പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ മറിയത്തിന്റെ ഒരു ഉറച്ച വിശ്വാസമുണ്ട്, ആ കുടുംബത്തെ യേശു കൈവിടിയില്ല. മറിയത്തിന്റെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ അമ്മയുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ അമ്മ അത് അവിടുത്തെ ഒരു പോരായ്മ, ഒരു കുറവ് കാണിക്കുമ്പോൾ അതിനെ തിരസ്കരിച്ചു പോകാൻ തൻ്റെ മകന് കഴിയില്ല എന്ന ഒരു ഉറച്ച ബോധ്യത്തിൽ മറിയം പരിചാരകരോട് ചെന്ന് പറയുന്നു, കൽപ്പിക്കുന്നത് ചെയ്യുക. പ്രിയമുള്ളവരെ, മറിയത്തിന് ആ കുടുംബത്തിൽ ഏറെ സ്വാധീനമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ആ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പരിചാരകരോട് പറയാനൊക്കെ ഉള്ള സ്വാധീനം അവിടെയുണ്ട്. സാധാരണ ഒരു വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ അധികം ആരും ഒന്നും എടുക്കില്ല. നമുക്ക് ഒന്നുകിൽ ഒരു കുടുംബത്തിൽ എന്താ പറയുന്നത്, ആരും ശ്രദ്ധിക്കാനില്ല, നേതൃത്വമില്ല. അവിടെ നമുക്കൊരു ദൈവിക വരം നൽകി, ഒരു നേതൃത്വ വരം നൽകി, ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള വരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചില ഭവനങ്ങളിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കും. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം നടന്നാൽ, ഒരു കല്യാണം നടന്നാലോ മറ്റ് വിശേഷപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നാൽ നമ്മൾ അവിടെ കയറി ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തപ്പെട്ട ഒരു വീടായിരിക്കണം. മാത്രമല്ല നമുക്കവിടെ നേരത്തെ മുതൽ അധികാരമുള്ള വീടായിരിക്കണം. അപ്പോൾ ഇവിടെ പരിശുദ്ധ കന്യകമറിയത്തിന് അവിടെ അധികാരമുള്ള ഒരു വീടായിട്ട് നമുക്ക് കാണാം. ഒന്നുകിൽ ആ കുടുംബത്തിൽ എന്താ പന്തി പ്രമാണി എന്നെല്ലാം പറയുമ്പോൾ നല്ലൊരു വിരുന്ന് നടത്തുന്ന ഒരു വീടാണ്. അവിടെ എന്താ പറയുന്നത്, അധികാര പരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആളില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറിച്ച് അവിടെ മറിയത്തിന് അധികാരമായിട്ട് ഇടപെടുവാൻ സ്വാധീനമുള്ള ഒരു വീടാണ്. എൻ്റെയും നിങ്ങളുടെയും വീട് അങ്ങനെ മറിയത്തിന് അധികാരത്തോടു കൂടി ഇടപെടുവാനുള്ള
ഒരു സമർപ്പണമുണ്ടോ എന്നും കൂടി ചിന്തിക്കുക. സമർപ്പണമുണ്ടോ എന്നും കൂടി ചിന്തിക്കുക. ഒപ്പം തന്നെ യേശു പറയുന്നത് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ യേശു കൽപ്പിക്കുന്നത് എന്തും ചെയ്യുവാനുള്ള ആ ഒരു തിരിച്ചറിവും നമുക്കുണ്ടോ എന്നും കൂടി ഇവിടെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നല്ലതാണ്. അവിടെ അവര് ശുദ്ധീകരണ നിയമമനുസരിച്ചുള്ള കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചു എന്നാണ്. വക്കോളം നിറയ്ക്കാൻ യേശു അവരോട് പറയുകയാണ്. ആ പുനർസൃഷ്ടിയുടെ ഭാഗമാണ് അവിടെ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനായി ഇരിക്കയാൽ ഒരു പുനർസൃഷ്ടി നടക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ലേഖനത്തിൽ വായിച്ചതുപോലെ സത്യവും നീതിയുമുള്ള ആ ഒരു പുനർക്രമീകരണം, ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ കള്ളുകുടിക്കാനുള്ള അനുവാദവും സാഹചര്യവും ഉണ്ടാക്കി എന്നുള്ളതല്ല. ജീവനില്ലാത്തതിന് ജീവൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജീവൻ നിലച്ചു പോകുന്ന ഒരു അനുഭവത്തിൽ കിടക്കുന്നതിനെ ശക്തമായ ജീവനുള്ളതാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ആകെ ഒരു ദുഃഖ അവസ്ഥയിലിരിക്കുന്ന സാഹചര്യത്തെ അത്യധികം സന്തോഷമുള്ള സാഹചര്യമാക്കി മാറ്റുന്നു. വീഞ്ഞ് എന്ന് പറയുമ്പോൾ അതിന് ബൈബിൾ വ്യാഖ്യാനം സന്തോഷം എന്നാണ്. സന്തോഷമുള്ളതാക്കി മാറ്റുന്നു. യേശുക്രിസ്തു നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായി മാറും. അല്ലാതെ നമുക്കറിയാലോ, അല്ലാത്ത രീതിയിൽ യേശു നമുക്ക് വീഞ്ഞു നൽകി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഞ്ഞു കുടിച്ചാലും കള്ളു കുടിച്ചാലും സന്തോഷം കെടുകയല്ലേ ഉള്ളൂ. ഒരു കുടുംബത്തിലും മദ്യപിക്കുന്നവന്റെ വീട്ടിൽ അത് കുഞ്ഞു മദ്യപാനമാണെങ്കിലും വലിയ മദ്യപാനമാണെങ്കിലും സന്തോഷം ലഭിച്ചതായിട്ട് കേട്ടിട്ടില്ല. അപ്പനൊരു സിഗരറ്റ് വലിക്കുമ്പോൾ പോലും മക്കളത് ഒളിച്ചു വലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൻ മദ്യപിക്കുമ്പോൾ അതിന് പങ്കുപറ്റുന്ന മക്കളും പിന്നീട് മദ്യപാനികളായി തീരാറുണ്ട്. മക്കള് കൊടും മദ്യപാനികളായി തീരുമ്പോൾ അപ്പൻ മക്കളെ ഉപദേശിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു ക്രമം വിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടോ? ഞാനും കുടിക്കുന്നയാളല്ലേ. മകന്റെ ബലഹീനതയ്ക്ക് ക്രമം വിട്ടുപോയി, കുടുംബം താറുമാറായി. അപ്പനോട് മദ്യപാനം നിർത്താൻ പറഞ്ഞാൽ അപ്പം പറയുന്നത് എന്താ, ഞാൻ എൻ്റെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് വരെയും മദ്യം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഈ സന്തോഷം ഞാൻ നിർത്താൻ തയ്യാറല്ല. അവനിഷ്ടമുണ്ടെങ്കിൽ നന്നാകട്ടെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നാക്കിയിടും. നാട്ടുകാരുടെ അല്ലെങ്കിൽ സുവിശേഷകരുടെ ഉത്തരവാദിത്തമായിട്ട് അപ്പനെ ഏൽപ്പിക്കുകയാണ്. അപ്പന്റെ തിന്മയിൽ നിന്ന് അപ്പന് മാറാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള, ഒരിക്കലും കാനാവിൽ ഇതുപോലെയുള്ള ഒരു ദൂർത്തിന്റെ, ഒരു നാശത്തിന്റെ, നശിപ്പിക്കലിന്റെ, സ്വന്തം വ്യക്തിത്വത്തെയും കുടുംബത്തിന്റെയും അന്തസ് കളയുന്ന ഒരു മദ്യപാനിയുടെ കുടുംബത്തിന്റെ സന്തോഷമല്ല യേശു അവിടെ കൊടുത്തത്. മറിച്ച് ജീവനില്ല അല്ലെങ്കിൽ സന്തോഷമില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അവിടെ യേശുവിനെ സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അനുഭവമാണ്, ജീവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ജീവന്റെ മേലും യേശുവിന് അധികാരമുണ്ടെന്ന് തെളിയിച്ച ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അല്ലാതെ ഇപ്പൊ അവിടെ വീഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുടിച്ച വീഞ്ഞെല്ലാം കുടിച്ച് അത് ആളുകൾ തീർന്ന് ആളുകൾ എഴുന്നേറ്റ് പോയി. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ സദ്യയൊക്കെ നടത്തുമ്പോൾ എത്രയോ ഭക്ഷണപദാർത്ഥങ്ങൾ ചില സാഹചര്യങ്ങളിൽ തീർന്നു പോകുന്നു. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കുശുമ്പോ ദോഷമൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ സ്നേഹമുള്ളവരാരും ബഹുമാനമുള്ളവരാരും അതിനെ കുറ്റപ്പെടുത്തില്ല. സാരമില്ല, ഇനി നമുക്ക് പിന്നീടാണെങ്കിലും നന്നായി ചെയ്യാലോ, നമ്മുടെ തെറ്റല്ലോ എന്ന് പറഞ്ഞ ആ കുടുംബനാഥനെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുള്ളൂ. അതവിടെ കള്ളു കുടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയായിരുന്നു. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ചില മദ്യപാനികളായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പുനർസൃഷ്ടി യേശു നടത്തുകയാണ്. പുനർസൃഷ്ടി. അപ്പോൾ യേശുവിനെ അറിയാതിരുന്ന കാലത്ത് അവരുടെ സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ ആ വീട്ടിൽ യേശു ഇടപെടുന്നതിന് മുമ്പ് വീഞ്ഞുണ്ടായിരുന്നു. പക്ഷെ മണവാളൻ പറയുന്നു, യേശു നൽകിയതിന് മുമ്പുള്ള വീഞ്ഞിനേക്കാൾ യേശു നൽകിയ വീഞ്ഞ്, അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. യേശു നൽകിയ വീഞ്ഞ് മുൻപത്തെ വീഞ്ഞിന് പാരമ്പര്യമുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് തന്നെ വീഞ്ഞ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്.
പക്ഷെ ഇത് തൽക്ഷണമാണ്. പക്ഷെ ഈ തൽക്ഷണത്തിന് പുരാതനയുള്ള രുചിയുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇതിനെ വ്യാഖ്യാനിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ നമ്മൾ ഈ വായനകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ 11-ാം അധ്യായത്തിൽ വായിച്ച ആ ഭാഗം, ഇനിമേൽ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രളയം പോലും, ഉപദ്രവിക്കുന്ന ഒരു ചിന്ത പോലും, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ചിന്ത പോലും എന്നിൽ രൂപപ്പെടുകയില്ല എന്ന് ദൈവം പറയുന്ന ആ സ്നേഹത്തിന്റെ വാക്കുകളാണ് ഈ കാനാവിലെ കല്യാണവും അതുമായിട്ട് യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയും ഉൽപ്പത്തി പുസ്തകം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പൊ ഇത്രയും ലേഖനങ്ങളും ഇത്രയും പഴയ നിയമങ്ങളും ഈ എവൻഗേലിയോൻ 3 നമ്മൾ വായിച്ചു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തു പ്രവർത്തിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നോഹയുടെ കുടുംബം സന്തോഷമുള്ള കുടുംബമായി തീർന്നു. നോഹയുടെ കുടുംബം ഭൂമി എങ്ങും നിറഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്നവരുടെ, ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്നവരുടെ തലമുറ ഭൂമി എങ്ങും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതവും വിട്ടുകൊടുക്കാം. കർത്താവേ, ഈ നാളത്തെ എൻ്റെ വിശുദ്ധ കുർബാന അനുഭവത്തോടു കൂടി ഒരു പുനർ സൃഷ്ടി എന്നിൽ നടക്കണം, ഒരു പുനർ ക്രമീകരണം. എൻ്റെ പഴയ ജീവിതത്തെ അല്പമൊക്കെ സന്തോഷമുള്ള ജീവിതമായിരുന്നു. ഞാൻ നാളുകളായി, വർഷങ്ങളായി ഞാൻ മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ വിചാരത്തോടു കൂടിയ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോടു കൂടിയൊക്കെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ എങ്കിലും പലപ്പോഴൊക്കെ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ളവരെ, വർഷങ്ങളായി തെറ്റി തന്നെ ജീവിച്ചു. പക്ഷെ ധ്യാനം കൂടി മാനസാന്തര അനുഭവത്തിൽ വന്നു. മാനസാന്തരത്തിന്റെ കൃപ ദൈവം അവർക്ക് കൊടുത്തു. ദൈവം അവരെ പൗലോസ്ലീഹ പറയുന്ന പോലെ നേടി. എങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പുതിയ മനുഷ്യനാകുന്ന നീതിയുടെ, സത്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ മനുഷ്യൻ നമ്മളിൽ പൂർണ്ണമാകുന്നുള്ളൂ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കാനുള്ള അനുവാദം നൽകിയെന്നല്ല, ഒരു പുനർ സൃഷ്ടി നടന്നു എന്നുള്ളതാണ്. ഇന്നിന്റെ ദുഃഖത്തിൽ നിന്ന് നാളെയുടെ സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ബർന്നാബാസിനെ പോലെ ആത്മനിറവുള്ളവനായി, പരിശുദ്ധാത്മാ വിശ്വാസമുള്ളവനായി, നമുക്ക് നല്ല സാക്ഷ്യമുള്ള ക്രിസ്ത്യാനികളായി, ആദിമ ക്രിസ്ത്യാനികളെ പോലെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വായനകളൊക്കെയും വീണ്ടും പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾക്കും എനിക്കും ധ്യാനിക്കുവാൻ ഈ രാത്രി ദൈവം സഹായിക്കട്ടെ. നാളെ വിശുദ്ധ ആരാധനയിൽ സത്യസന്ധമായി പങ്കെടുക്കുവാൻ, കൃപയിൽ പങ്കെടുക്കുവാൻ, പരിശുദ്ധാത്മ നിറവിൽ പങ്കെടുക്കുവാൻ നമുക്ക് ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കാം. ഈ ശുശ്രൂഷ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ കണ്ട് ഇത് കടന്നു പോകാതെ, അല്ലെങ്കിൽ അല്പം കേട്ടിട്ട് സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവൻ കേട്ട്, ഓരോ ഞായറാഴ്ചത്തെയും എവൻഗേലിയോൻ മുഴുവൻ കേട്ട് ധ്യാനിച്ച് അനേകരിലേക്ക് ഷെയർ ചെയ്ത്, പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്ന പരിശുദ്ധ സഭയിലെ ഇത്രയും സന്തോഷപ്രദമായ അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് സഭയുടെ മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി, നല്ല ക്രിസ്ത്യാനിയായി, യേശുവിൻ്റെ അരുമയുള്ള മക്കളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും യേശു നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ അമ്മ, സകല വിശുദ്ധന്മാർ, ശുദ്ധിമതികൾ, പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭ ആരുടെ ഓർമ്മ ആചരിക്കുന്നു, ആ മോറാന്മാർ ഏലിയാസ്ത്രീയും പാത്രീസ് ബാവയുടെ മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും, സകല പുണ്യവാന്മാരുടെയും പുണ്യമതികളുടെയും കാവലും കൂട്ടും കോട്ടയും, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹപാതങ്ങളായിരിക്കുവാൻ, എന്നും നിലനിൽക്കുന്ന ആ ദൈവസ്നേഹത്തിലായിരിക്കുവാൻ അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹ സ്വരൂപനായ, സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ആ പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പിതാവേ ഉത്തരം തരുമാറാകണമേ. ആമേൻ.